ചോദിച്ച പോലീസിനോട് തട്ടിക്കയറി കല്യാശ്ശേരി MLA M. വിജിൻ. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിനിടെയാണ് സംഭവം. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ഈ സമര കളക്ടറേറ്റിനകത്തേക്ക് കയറി ഇവർക്കറിയില്ല. മാധ്യമപ്രവർത്തകരെല്ലാരും ഉണ്ട്. എത്ര സമരം നടത്താറുണ്ട്. നിങ്ങളുടെ വീഴ്ചയാണ്. സമരം തടയണം. എന്നോട് ഒന്ന് പേര് ചോദിക്കുക. സമരം നടന്നുകൊടുക്കുമ്പോ നിങ്ങളല്ല ഏത് പോലീസാ? കേരളത്തിലെ ഗവൺമെന്റിന് മോശം ഉണ്ടാക്കരുത്. പിണറായി വിജയൻ മാധ്യമപ്രവർത്തകർ നോക്കിക്കല്ലേ. എന്നോടൊന്ന് പേര് ചോദിക്കല്ലേ. മാധ്യമപ്രവർത്തകരോട് എല്ലാവരും നോക്കല്ലേ. മുഴുവൻ മാധ്യമപ്രവർത്തകർ SI ആണ്. ഞാൻ MLA ആണ്. ഇവിടെ പ്രോട്ടോകോൾ ഉണ്ട്. നമ്മുടെ ഗവൺമെന്റിന് മോശം ഉണ്ടാക്കുന്ന പോലെ പോലീസ് മനസ്സിലായില്ലേ? പോലീസിന്റെ ഡ്യൂട്ടി എന്താ? പോലീസിന്റെ ഡ്യൂട്ടി എന്താ? കളക്ടറേറ്റിനകത്ത് ആ ഡ്യൂട്ടിയിൽ വീഴ്ച SI ആണ്. അതിവിടെ സമരക്കാരുടെ മുകളിലാണ് അടിച്ചേൽപ്പിക്കേണ്ടത്. ഞങ്ങൾ ഇത്തിരികത്ത് കയറി നിങ്ങൾ സമരം മാധ്യമങ്ങൾ കൊടുത്തതല്ലേ. തടയണ്ടേ സമരം? സമൂഹത്തിന്റെ ഏറ്റവും സംഘടന നടത്തിയിട്ടുള്ള ഇടപെടലുകൾ വളരെ പ്രസക്തമാണ്. വളരെ ശക്തമായിട്ടുള്ള നിങ്ങളത് വെറുതെ നമ്മുടെ ഗവൺമെന്റ് പോലീസ് വന്നിട്ട് പേര് ചോദിക്കുക. എന്താ ഞങ്ങള് വലിയ നഷ്ടങ്ങളുടെ നടക്കുവാനാണ് പറയുന്നത്. നമുക്കറിയാം പോലീസാ വീഡിയോ എടുക്കുക. നിങ്ങളെല്ലാം പോലീസാ. എവിടെ പോലീസായത്? നമുക്ക് ലഭിച്ചില്ല. ഡ്യൂട്ടി നിങ്ങൾ ചെയ്തോ? 2019 നിങ്ങളെ വീഡിയോ എടുക്കണ്ട. മാധ്യമപ്രവർത്തകരുടെ വീഡിയോ ഉണ്ട്. അവരെ മുന്നിൽ തന്നെ ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ തടയണ്ടേ കേട്ടുന്ന സമരം? ഇയാള് കാരണം ഇയാൾ ഒരൊറ്റ ഒരുത്തരാണ് ഇതിന്റെ കാരണം. ഇയാളാരാ പോലീസ് എടുത്ത് ആദ്യം നമ്മൾ മാറാന്ന് പറഞ്ഞാൽ ഇയാളാരാ? സുരേഷ് ഗോപി സ്റ്റൈലിലൂടെ കളിക്കുന്നത് ഇയാളൊക്കെ എവിടെയായത്? പോലീസിന് അപമാനം ഉണ്ടാക്കല്ലെന്നോടാ. ഇത് കേരളത്തിലെ പോലീസാ, പിണറായി വിജയന്റെ പോലീസാ. ഇയാളെ പോലെ ആളാണ് മോശം ഉണ്ടാക്കുന്നത്. ഇവിടുന്ന് മാറാന്ന് പറഞ്ഞല്ലേ ഇയാൾ സ്റ്റൈലിൽ വല്ല കളിക്കേണ്ട കാര്യമുണ്ടോ? എനിക്കറിയാന്നേ. നമ്മൾ എത്ര സമരം ഇവർക്കറിയില്ല. ഇവരെ നിങ്ങൾ ഗേറ്റ് എന്ത് ചെയ്യണം? പോലീസ് രണ്ടാളാണെന്ന പ്രശ്നത്തിനാ. നിങ്ങൾ എവിടെ പോയി? പത്രത്തിൽ ഔട്ട് ചെയ്തല്ലേ ഈ കളക്ടറേറ്റിലേക്ക് മാർച്ച്. എവിടെ പോയി പോലീസ്? നിങ്ങൾ ഇന്റലിജൻസ് എവിടെ? നിങ്ങൾ അവിടെ ഗേറ്റിൽ നിന്ന് കയറ്റാൻ പറ്റില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ ഇവരാളെ നിൽക്കില്ലേ? ഇതെന്താ സമരം തല്ലുകൂടാ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത് കേരളത്തിൽ ഇന്നത്തെ എല്ലാ പത്രത്തിലും ഉണ്ടായിരുന്നല്ലോ ഈ KJNയുടെ സമരം നടക്കുന്നുണ്ട് ഇല്ലേ? ഔട്ട് ചെയ്തില്ലേ? നിങ്ങളെന്താ ഡ്യൂട്ടി എടുക്കാൻ വരായിട്ട് ഗേറ്റ് 11 മണിക്ക് വന്ന സമരം 11:20 അകത്ത് കയറുന്നത്? നിങ്ങളെന്താ ആ ഒരു 10:45 വന്ന് ഒരു പോലീസുകാരനെ ആ ഗേറ്റ് നിർത്താൻ പറ്റായിരുന്നത്? ആരെ വീഴ്ചയാ? ഇവിടെ SIയുടെ വീഴ്ചയാ. പിന്നെ അയാൾ ഇവിടെ വന്നിട്ട് സുരേഷ് ഗോപി സ്റ്റൈലിൽ കളിച്ചോണ്ട് കാര്യമൊന്നുമില്ല. ഞാൻ മാന്യമായി പറഞ്ഞതാ പുറത്തേക്ക് പോവാന്ന്. അന്നേരം അയാൾക്ക് സുരേഷ് ഗോപി സ്റ്റൈലിൽ നടത്തണം. ഇവരെ പറഞ്ഞതാ പോവാന്ന്. അപ്പൊ CI വരണം. CI വരട്ടെ. നിങ്ങൾ വരുന്നവരെല്ലാം വിളിക്ക്. നിങ്ങൾ എന്താ ചെയ്യാ? പോലീസ് കേസെടുക്കും. എന്നിട്ട് ഒരു പോലീസുകാർ വരിക. എന്നിട്ട് സമരം ഉദ്ഘാടനം എന്റെ തോണ്ടിയിട്ട് നിങ്ങൾ പേര് പറയുമോ? ഫെലിക്സ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. ഫെലിക്സ്, സിനിമയിലെ സുരേഷ് ഗോപിയെ പോലെയല്ല പോലീസുകാരോട് തട്ടിക്കയറുന്ന മോഹൻലാലിനെയോ മമ്മൂട്ടിയെ പോലെയാണ് M. വിജിൻ MLAയുടെ പ്രകടനം ഈ കാണുന്നത്. അദ്ദേഹത്തിന്റെ പേര് പോലീസിന് അറിയാത്തതിൽ അദ്ദേഹത്തിനുണ്ടായ ജാളിത കുറച്ചിലാണോ അദ്ദേഹത്തിന്റെ പ്രശ്നം? അതോ ഈ സമരം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോട് പേര് ചോദിച്ചു, ആ തരത്തിൽ പോലീസ് സമരത്തെ നേരിടാതെ ആ തരത്തിലുള്ള ഇടപെടൽ നടത്തിയതാണ്? എന്തായിരുന്നു M. വിജിന്റെ പ്രശ്നം? കേരള ഗവൺമെൻറ് നേഴ്സ് അസോസിയേഷൻ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിനിടെയാണ് ഈ സംഭവം. മാർച്ച് ഈ കളക്ടറേറ്റിലേക്ക് എത്തിയ സമയത്ത് ആ കളക്ടറേറ്റിന് മുമ്പിൽ ഈ മാർച്ച് തടയാൻ പോലീസുകാരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാർച്ച് കളക്ടറേറ്റിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഉള്ളിൽ വെച്ച് ഈ പ്രതിഷേധം നടന്നു. ആ സമയത്ത് പോലീസ് അവരോട് പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. പക്ഷേ തയ്യാറായില്ല. കല്യാശ്ശേരി MLA M. വിജിനാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ ആ ഉള്ളിൽ ആ മാർച്ചും പ്രതിഷേധമൊക്കെ നടന്നതിന് ശേഷം ഉദ്ഘാടനവും നടന്നു. അതിനുശേഷം
ഈ പുറത്തേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് ഈ SI തന്നെ വനിതാ പോലീസിനോട് ഇവരുടെ കേസ് എടുക്കേണ്ടതിൻ്റെ ഭാഗമായി പേര് എഴുതിയെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വനിതാ പോലീസ് M. വിജിൻ MLA അടുത്തെത്തി പേര് ചോദിച്ചു. അങ്ങനെ പേര് ചോദിച്ച സമയത്താണ് M. വിജിൻ MLA പ്രകോപിതനായത്. അതായത് താനാണ് ഇവിടുത്തെ ഉദ്ഘാടകൻ, എൻ്റെ പേര് നിങ്ങൾക്കറിയില്ലേ എന്ന് M. വിജിൻ MLA ചോദിച്ചു. മാത്രമല്ല ഈ കളക്ട്രേറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ എന്തിനാണ് സുരേഷ് ഗോപി ചമയുകയാണോ, സുരേഷ് ഗോപി കളിക്കേണ്ട, ഇത് പിണറായി വിജയൻ്റെ പോലീസാണ്, താൻ എവിടുത്തെ പോലീസാണ് എന്നടക്കമുള്ള രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു, രോഷപ്രകടനമായിരുന്നു M. വിജിൻ MLA ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് പേര് ചോദിച്ചതോടുകൂടിയാണ് M. വിജിൻ MLA ആദ്യം പ്രകോപിതനായത്. പിന്നീട് ഈ കോമ്പൗണ്ടിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ SI ആണ് ആവശ്യപ്പെട്ടത്, ടൗൺ SI. ആ ടൗൺ SIയോടും തട്ടിക്കയറുകയാണ് M. വിജിൻ MLA ചെയ്തത്. അതായത് താനിവിടുന്ന് ഇറങ്ങാൻ തയ്യാറാണ്, പക്ഷേ സുരേഷ് ഗോപി സ്റ്റൈലിൽ തന്നോട് പെരുമാറുകയാണെങ്കിൽ അത് അനുസരിക്കാൻ തയ്യാറല്ല എന്നതാണ് M. വിജിൻ MLA പറഞ്ഞത്. അതായത് താൻ ഇവിടുത്തെ പോലീസാണ്, ഇയാളെയൊക്കെ എവിടെ നിന്നാണ് പോലീസിലേക്ക് എടുത്തത് എന്നടക്കമുള്ള മോശം ഭാഷ M. വിജിൻ MLA ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു. അതായത് പിന്നീട് കൂടുതൽ പോലീസുകാരെത്തി SIയെ മാറ്റി. പിന്നീട് ഈ പ്രതിഷേധം പൂർണ്ണമായി അവസാനിച്ച ശേഷമാണ് ഈ സമരക്കാരൊക്കെ തന്നെ പുറത്തേക്ക് പോയത്. അതായത് ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് പോലീസ് ഇവരോട് പുറത്തേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെട്ട സമയത്ത് ഇവരാരും തന്നെ പുറത്തിറങ്ങാൻ തയ്യാറായില്ല. ഏതായാലും M. വിജിൻ MLA ആ വനിതാ പോലീസ് പേര് ചോദിച്ചു. കേസെടുക്കുന്നതിൻ്റെ ഭാഗമായി പേര് ചോദിച്ച സമയത്താണ് ഇദ്ദേഹം പ്രകോപിതനാകുകയും ഈ പോലീസിനോട് തട്ടിക്കയറുകയും ചെയ്തു. പ്രത്യേകിച്ചും ടൗൺ SIയോടാണ് താൻ സുരേഷ് ഗോപി കളിക്കേണ്ട, ഇത് പിണറായി വിജയൻ്റെ പോലീസാണ് എന്നടക്കമുള്ള മറുപടികൾ M. വിജിൻ MLA ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്താ ഞങ്ങള് വലിയ നഷ്ടങ്ങളുടെ കണക്കുകളാണ് പറയുന്നത് നമുക്കറിയാം. ശതമാനം പോലും ഗഡു നമുക്ക് ലഭിച്ചില്ല. ഡ്യൂട്ടി നിങ്ങൾ ചെയ്തോ? 2019 അവരെ മുന്നിൽ തന്നെ ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ആദ്യം നമ്മൾ മാറാന്ന് പറഞ്ഞാൽ ഇയാളാരാ സുരേഷ് ഗോപി സ്റ്റൈലിലൂടെ കളിക്കുന്നത്? ഇയാളൊക്കെ എവിടെയായത്? പോലീസിന് അപമാനം ഉണ്ടാക്കല്ല. ഇത് കേരളത്തിലെ പോലീസാ, പിണറായി വിജയന്റെ പോലീസാ. ഇയാളെ പോലെ ആളാണ് മോശം ഉണ്ടാക്കുന്നത്. ഇവിടുന്ന് മാറാന്ന് പറഞ്ഞല്ലേ ഇയാൾ സ്റ്റൈലിൽ വല്ല കളിക്കേണ്ട കാര്യമുണ്ടോ? എനിക്കറിയാന്നേ, നമ്മൾ എത്ര സമരം ഇവർക്കറിയില്ല. ഇവരെ നിങ്ങൾ ഗേറ്റ് എന്ത് ചെയ്യണം? പോലീസ് രണ്ടാളാണെന്ന പ്രശ്നത്തിനാ. നിങ്ങൾ എവിടെ പോയി? പത്രത്തിൽ ഔട്ട് ചെയ്തല്ലേ ഈ കളക്ട്രേറ്റിലേക്ക് മാർച്ച്? എവിടെ പോയി പോലീസ്? നിങ്ങൾ ഇന്റലിജൻസ് എവിടെ? നിങ്ങൾ അവിടെ ഗേറ്റിൽ നിന്ന് കയറ്റാൻ പറ്റില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ ഇവരാൾ നിൽക്കില്ലേ? ഇതെന്താ സമരം തല്ലൂടാൻ വന്നതാ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത് കേരളത്തിൽ ഇന്നത്തെ എല്ലാ പത്രത്തിലും ഉണ്ടായിരുന്നല്ലോ ഈ KJN സമരം നടക്കുന്നുണ്ട്, ഇല്ലേ? ഔട്ട് ചെയ്തില്ലേ? നിങ്ങളെന്താ ഡ്യൂട്ടി എടുക്കാൻ വരാനില്ല? ഗേറ്റിൽ 11 മണിക്ക് വന്ന സമരം 11:20 അകത്ത് കയറുന്നത്. നിങ്ങളെന്താ ആ ഒരു 10:45 വന്ന് ഒരു പോലീസുകാരനെ ആ ഗേറ്റ് നിർത്താൻ പറ്റായിരുന്നത്? ആരെ വീഴ്ചയാ? ഇവിടെ SIയുടെ വീഴ്ചയാ. പിന്നെ അയാൾ ഇവിടെ വന്നിട്ട് സുരേഷ് ഗോപി സ്റ്റൈലിൽ കളിച്ചോണ്ട് കാര്യമൊന്നുമില്ല. ഞാൻ മാന്യമായി പറഞ്ഞതാ പുറത്തേക്ക് പോവാന്ന്. അന്നേരം അയാൾക്ക് സുരേഷ് ഗോപി സ്റ്റൈലിൽ നടത്തണം. ഇവര് പറഞ്ഞതാ പോവാന്ന്. അപ്പോൾ CI വരണം. CI വരട്ടെ. നിങ്ങൾ വരുന്നവരെല്ലാം വിളിക്ക്. നിങ്ങൾ എന്താ ചെയ്യാ? പോലീസ് കേസെടുക്കും. എന്നിട്ട് ഒരു പോലീസുകാർ ഇതാ വരിക, എന്നിട്ട് സമരം ഉദ്ഘാടനം എന്റെ തോണ്ടിയിട്ട് നിങ്ങളെ പേര് പറയുമോ? അത് എന്നോട് പേര് വയ്ക്കേണ്ട കാര്യം എന്താ? നിങ്ങളാണ് എന്നോട് പേര് വയ്ക്കാൻ? അല്ല, നിങ്ങൾ എന്റെ പേര് വയ്ക്കാൻ ആരാ? നിങ്ങളെ പേര് വയ്ക്കാൻ ആരാ? നിങ്ങൾ എന്റെ പേര് വയ്ക്കാൻ ആരാ? SI സാറിന്റെ നിർദ്ദേശമല്ലേ അനുസരിക്കേണ്ടത്? SI സാർ ഇത് മൊത്തത്തിന്റെ പ്രശ്നക്കാരൻ SI സാർ.